ദുരന്തത്തിൽ പകച്ചു നിൽക്കുന്ന സമയത്ത് ഏതൊരു ഉദ്യോഗസ്ഥന്റെയും മനസ്സിൽ ഉയർന്നു വരുന്നൊരു നാമമാണ് രഞ്ജിത്ത് ഇസ്രായേൽ. തലച്ചോറിലെ ഒരു രോഗാവസ്ഥ പട്ടാളത്തിൽ ചേർന്ന് ജനങ്ങളെ സംരക്ഷിക്കണമെന്ന രഞ്ജിത്തിന്റെ ആഗ്രഹത്തെ തല്ലിക്കെടുത്തുകയായിരുന്നു. എന്നാൽ രാജ്യത്തിന്റെ രക്ഷകനാകാൻ ആ ചെറുപ്പക്കാരന് പട്ടാളത്തിന്റെ പേരും റാങ്കും വേണമായിരുന്നില്ല. തന്നെ കൊണ്ടാവും വിധം റെസ്ക്യൂ ട്രെയിനിങ്ങുകളിൽ പങ്കെടുത്ത് പരിശീലനം നേടി പറ്റാവുന്ന റെസ്ക്യൂ സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി ദുരന്തമുഖങ്ങളിൽ ബാക്കിയായ മനുഷ്യജീവനെ തേടിയിറങ്ങി. രഞ്ജിത്തിന്റെ ഫാമിലിയും സിബ്ലിങ്സും ഒക്കെ അങ്ങ് യൂറോപ്പിലാണ്. രഞ്ജിത്തിനെ പലതവണ അവരങ്ങോട്ടേക്ക് വിളിച്ചതുമാണ്. പക്ഷേ രഞ്ജിത്ത് തിരഞ്ഞെടുത്ത ജോലി ഇതായിരുന്നു. ഇതുകൊണ്ട് ഉണ്ടായതോ പല നഷ്ടങ്ങളും. ഈ നഷ്ടപ്പെട്ടതും ബാക്കിയായതുമൊക്കെയായ ജീവനുകളെ ദുരന്തമുഖങ്ങളിൽ നിന്നും വാരിയെടുക്കുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ കല്യാണം പോലും നടക്കുന്നില്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. സത്യത്തിൽ ഈ രഞ്ജിത്തിനെ പോലെയുള്ള ആളുകളെയല്ലേ ബഹുമതികളും സ്ഥാനങ്ങളും ഒക്കെ കൊടുത്ത് അംഗീകരിക്കേണ്ടത്? അതെന്തായാലും ഈ ദുരന്തമുഖത്തിൽ നിന്നൊക്കെ ഒരാളെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടക്കുന്ന ആളിൻ്റെയും അത് ഏറ്റുവാങ്ങുന്ന ബന്ധുക്കളുടെയും ഒരു സന്തോഷവും ഇമോഷനും വർണ്ണനകൾക്കപ്പുറമുള്ള ഒരു നന്ദി പ്രകടനമുണ്ടല്ലോ. അതായിരിക്കണം രഞ്ജിത്ത് എന്ന ചെറുപ്പക്കാരനെ വീണ്ടും വീണ്ടും ദുരന്തമുഖങ്ങളിലേക്ക് ഓടിയെത്താൻ പ്രേരിപ്പിക്കുന്നത്.